പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂലൈ മാസം ആമേൻ സ്തോത്രം 16-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചത് ഓർത്ത് നോക്കി. എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചത്. നമുക്കൊന്ന് ഓർത്തിട്ട് കരമുയർത്തിയിരുന്ന സ്തോത്രം പറഞ്ഞാലോ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ കർത്താവ്? കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഞാൻ കരം ഉയർത്തി പിടിച്ചിട്ട് സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചപ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയത് ഓർക്കുമ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കരം ഉയർത്തി പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ കർത്താവ് ജയോത്സവമായി നടത്തുന്നത് ഓർക്കുമ്പോൾ നമുക്ക് നന്ദി പറയാം. നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ഓർക്കുമ്പോൾ നമുക്ക് നന്ദി പറയാം. ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് നന്ദി പറയാം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ നല്ലവനാകുന്നു. ആ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അത്ഭുതങ്ങളുടെ ദൈവത്തെ ഹല്ലേലൂയ നമുക്ക് ആരാധിക്കാം. ആമേൻ. അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മളെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന, ഓരോ ദിവസവും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി ഇടപെടുന്ന, പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ ചെല്ലേണ്ടടുത്ത് നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ നമുക്ക് മുമ്പേ തൻ്റെ ദൂതനെ അയച്ച് കാര്യങ്ങളെ നടപ്പാക്കി തരുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് 65-ാം സങ്കീർത്തനം, ദൈവമേ സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, കർത്താവിന് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളോഹേ സകല ജഡവും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. 4-ാമത്തെ വാക്യം, കർത്താവിൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് കർത്താവ് തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരമായ കർത്താവിൻ്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് മാറാത്ത ദൈവമാകുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കൈകളെ ഉയർത്തി ഒരിക്കലൂടെ അപ്പയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുള്ള കരുണയ്ക്കും കൃപയ്ക്കും ദയയ്ക്കുമായിട്ട് സ്തോത്രം. അപ്പേ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർ ലോകത്തിൽ എവിടെ ഇരുന്ന് കേട്ടാലും കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരു സ്പെഷ്യൽ ഗ്രേസ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ ഉണ്ടാകട്ടെ. കർത്താവെ, അങ്ങനെ ആത്മാവിൻ്റെ വലിയ പകർച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ. രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകൾക്കുള്ള വേദനകൾ ഇപ്പോൾ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിന് കാരണം എന്തു തന്നെയാണെങ്കിലും അത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രാത്രിയിൽ ഉറക്കം കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആമേൻ, രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. നല്ല ഉറക്കം അവർക്ക് ലഭിക്കട്ടെ. ആമേൻ. ഇന്നു മുതൽ അവർ സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായി സ്തോത്രം. ശരീരത്തിലുണ്ടായിരിക്കുന്ന മുറിവുകൾ, ആമേൻ, വൂൺസ് ഹീലാകാതെ, ആമേൻ ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ ബുദ്ധിമുട്ടുന്നു, ഞങ്ങളിപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വൂണ്ടുകൾ ഹീലാകട്ടെ. ആ മുറിവുകൾ, ശരീരത്തിലുള്ള മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഹീലാകട്ടെ. താങ്ക് യു കർത്താവിന് നന്ദി, കർത്താവിന് നന്ദി, കർത്താവിന് നന്ദി. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വഴി തുറക്കപ്പെടട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം. കർത്താവെ, ഇന്ന് ചില പൈസകൾ തിരിച്ചു കൊടുക്കണം, ലോൺ അടയ്ക്കണം, ആ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അതിനുള്ള വഴികൾ തുറക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് തിരിച്ചടയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ദൈവികാത്ഭുതം ചെയ്യണം.
അവരുടെ കോളേജിനകത്ത്, യൂണിവേഴ്സിറ്റിക്കകത്ത്, അവർ പഠിക്കുന്നിടത്ത് കർത്താവ് അവരോട് കൂടെ ഇരിക്കണം. അങ്ങനെ സാന്നിധ്യം അവരിലൂടെ അവിടെ അനുഭവിപ്പാൻ ഇടവരുത്തണം. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. അവർ കർത്താവിൻ്റെ വേലയിൽ ഫലം കായ്ക്കുവാനും വലിയ റിവൈവലിലേക്ക് ഭൂമി മാറുവാനും കർത്താവ് സഹായിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കുന്നതിന് നന്ദി. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഒരിക്കലൂടെ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന തന്നെ കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇന്നൊരു സ്പെഷ്യൽ ഗ്രേസ് എക്സ്പീരിയൻസ് ചെയ്യട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ആമേൻ ഓർപ്പിക്കുവാനുള്ളത്, ഇന്ന് രാത്രി കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 കർത്താവിൻ്റെ ഹിതമായാൽ നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ മീറ്റിംഗ് സൂം പ്ലാറ്റ്ഫോമിലൂടെയും യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെയും നിങ്ങൾക്ക് പങ്കാളികളാകാം. നിശ്ചയമായിട്ടും നിങ്ങൾ പങ്കെടുക്കണം. ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ലൈഫിൽ അനുഗ്രഹമായി തീരുമെന്ന് ഓർപ്പിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് ഇന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അതിനകത്ത് കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവിടെ 2 സിമ്പിളായ തന്ത്രങ്ങൾ, ദൈവമക്കൾ പാലിക്കേണ്ടതായ സിമ്പിൾ 2 തന്ത്രങ്ങൾ. എന്തിനു വേണ്ടി? ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ 2 സിമ്പിൾ പോയിന്റുകളാണ് പറയുന്നത്. ഒന്ന്, ദൈവത്തിന് കീഴടങ്ങുവിൻ. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ എല്ലാം ദൈവിക അധികാരത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുക. അതാണ് ഒന്ന് ചെയ്യേണ്ടത്. 2, റെസിസ്റ്റ് ദ ഡെവിൾ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ. പിശാചിൻ്റെ പദ്ധതികളെ അല്ലെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങൾക്ക് നേരെ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് അതിനെ എതിർത്ത് നിൽക്കുവാനാണ് ഹല്ലേലൂയ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. അപ്പോൾ ആദ്യം ദൈവത്തിന് കീഴടങ്ങണം, എന്നിട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കണം. എന്താണ് ഈ ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ? ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവിക വചനത്തിന് നമ്മൾ കീഴ്പ്പെടുക. വചനം എന്തു പറയുന്നു അതിനെ നമ്മൾ സ്വീകരിക്കുന്നു, നമ്മളതിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. 2, എന്താണ് പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ? പിശാചിൻ്റെ തന്ത്രങ്ങളെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ എതിർത്ത് നിൽക്കുക, നമ്മൾ അത് തടയുക, അതിനെതിരെ സംസാരിക്കുക, അതിനെതിരെ പ്രവർത്തിക്കുക. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഫിസിക്കൽ വെപ്പൺസ് അല്ല, സ്പിരിച്വൽ അതോറിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ ശത്രു പറയുക, നിന്നെ ഒരു രോഗത്താൽ നിന്നെ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനവുമായി എഴുന്നേറ്റ് നിൽക്കണം. പറയണം, ഇല്ല, യേശുവിൻ്റെ അടിപ്പിടരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ രോഗം അന്നേരവും കാണുന്നുണ്ടെങ്കിലും വിശ്വാസത്തോടെ അതേ ആ വചനം തന്നെ വീണ്ടും വീണ്ടും നമ്മളെ നോക്കി ഡിക്ലെയർ ചെയ്യുന്നു. ഇല്ല, ഞാൻ മരിക്കത്തില്ല, ജീവനോടിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഹല്ലേലൂയ. അതാണ് ഈ ആത്മീക ജീവിതത്തിൽ ദൈവമക്കളെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ആമേൻ. ഇപ്പം എതിർത്ത് നിൽക്കാൻ പഠിക്കണം. നമ്മളങ്ങ് സറണ്ടറായി പോവുക, നമ്മൾ മിണ്ടത്തില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കുക. നമ്മൾ ചിലപ്പം കരയും, നമ്മൾ ആരോടെങ്കിലുമൊക്കെ പറയും, ഓ ബ്രദറെ, കുഞ്ഞിനെ അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, അവൻ്റെ സ്വഭാവത്തിനൊരു മാറ്റവുമില്ല എന്നൊക്കെ നമ്മൾ പറയും. അതല്ല നമുക്ക് വേണ്ടത്. അവിടെ നമ്മൾ എതിർത്ത് നിൽക്കണം. ആ പൈതലിനെ അല്ലെങ്കിൽ അവനെ റിബലാക്കുന്ന, അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, പ്രാർത്ഥനയ്ക്ക് വരാൻ സമ്മതിക്കാത്ത, ആരാധനയ്ക്ക് വരാൻ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾപ്പിക്കാത്ത, പഠിക്കാൻ സമ്മതിക്കാത്ത പിശാചിനോട് എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ അവനെ വിട്ടുപോകും. കാരണം കർത്താവിൻ്റെ വചനത്തിൽ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരം നമ്മൾ ഉപയോഗിക്കണം. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ ആ അധികാരം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ അത് അത്ഭുതമായി തീരും. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങൾക്ക് യാതൊരു ദോഷവും ചെയ്യത്തില്ല. ആമേൻ. അപ്പം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത്. അധികാരം ഉപയോഗിക്കണം, അധികാരത്തോടെ കൽപ്പിക്കണം, വിശ്വാസത്തോടെ പറയണം, എതിർത്ത് നിൽക്കണം, അക്സെപ്റ്റ് ചെയ്യല്ലേ, അതിനെ സ്വീകരിക്കാൻ തയ്യാറാകല്ലേ. പറയണം, ഇല്ല, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ റെസിസ്റ്റ് ചെയ്യുന്നു, നിനക്ക് എൻ്റെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്ത് നിനക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്ന് നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ആമേൻ നമുക്ക് ജയിക്കാൻ കഴിയും. ടെംപ്ടേഷൻ കൊണ്ടുവരുമ്പോൾ ആമേൻ കർത്താവ് എന്നാ ചെയ്ത്? കർത്താവ് റെസിസ്റ്റ് ചെയ്ത് എങ്ങനെ? കർത്താവ് വചനം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ മുമ്പിൽ പലതരത്തിലുള്ള ആമേൻ ഭക്ഷണവുമായിട്ട് വന്നു, ഫെയിമായിട്ട് വന്നു, അല്ലെങ്കിൽ ആമേൻ ഓരോന്നിനകത്ത് കർത്താവ് പറഞ്ഞു,
ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിർത്ത് നിന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും അതാണ് വേണ്ടത്. അവൻ എതിർത്ത് നിൽക്കാൻ പഠിക്കണം. ജോസഫിനെ പോലെ ജോസഫിൻ്റെ മുമ്പിൽ പ്രലോഭനങ്ങൾ വന്നപ്പോൾ ജോസഫ് ദൈവത്തെ ഭയപ്പെട്ടു, പ്രലോഭനത്തെ എതിർത്ത് നിന്നു. അതായത് ദൈവത്തിന് കീഴ്പ്പെട്ടു, പ്രലോഭനം സാത്താൻ കൊണ്ടുവന്ന പ്രലോഭനത്തെ എതിർത്ത് തോപ്പിച്ചു. ദൈവത്തിന് കീഴ്പ്പെട്ടത് എന്തുവാ? ദൈവവചനത്തെ പ്രമാണിച്ചു, പാപം ചെയ്യരുത് എന്നുള്ള ദൈവിക വചനം, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്നു. രണ്ട്, ഇപ്പുറത്തെ പിശാചിന തന്ത്രത്തെ എതിർത്ത് നിന്നു. നോ, ഐ വിൽ നോട്ട് ഡു, ഞാനത് ചെയ്യത്തില്ല എന്ന് വ്യക്തമാക്കി പറഞ്ഞു. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലും എതിർത്ത് നിൽക്കാൻ പഠിക്കണം. അപ്പോഴേ പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകത്തുള്ളൂ. അപ്പം ദൈവത്തിന് കീഴടങ്ങണം. പിന്നെ ഹല്ലേലൂയ, എന്താ ചെയ്യേണ്ടത്? ദിവസവും പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം. കർത്താവെ, അങ്ങയുടെ ഹിതത്തിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം. നമ്മുടെ അവയവങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ അവയവങ്ങളായി സറണ്ടർ ചെയ്ത് കൊടുക്കണം. ആമേൻ. എന്നിട്ട് ദൈവവചനത്തിൽ നമ്മൾ നിറഞ്ഞു നിൽക്കണം. ആമേൻ. ദിവസവും ദൈവവചനം ധ്യാനിക്കണം. ആ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ആമേൻ നിറഞ്ഞു നിൽക്കണം. പിന്നെ 3, നമ്മൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുകയും അതിനോട് എതിർത്ത് നിൽക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ പിശാചി തന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോട് ഭയം കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഇത് നിനക്ക് വലിയ ദോഷം ചെയ്യും, അപമാനം വരുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ, ആമേൻ, ടെംപ്റ്റേഷൻസുകൾ വരുമ്പോൾ അതിനെ നമ്മൾ എതിർത്ത് നിൽക്കാൻ, അതിനോട് എതിർത്ത് നിൽക്കാൻ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ പിശാചിൻ്റെ പദ്ധതികൾ കൂടുതൽ സജീവമാകുന്ന സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറുകളിൽ നിന്ന് നമ്മൾ ആമേൻ മാറി നിൽക്കുക. ആവശ്യം വന്നാൽ ഓടി രക്ഷപ്പെടണം. ആമേൻ. ഓടി രക്ഷപ്പെടാൻ ബൈബിളിൽ പറയുന്നുണ്ട്. ജോസഫ് ഓടി രക്ഷപ്പെട്ടു. ഇതുപോലെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന്, ആ സാഹചര്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടണം. എന്നിട്ട് എന്ത് ചെയ്യണം? അധികാരത്തോടെ സംസാരിക്കണം, സംശയത്തോടെ സംസാരിക്കണം. ഇല്ല, അനുവദിക്കത്തില്ല. ഇപ്പം നിരന്തരമായ ഒരു രോഗത്താൽ നിന്നെ പിശാച് തകർക്കാൻ നോക്കുമ്പോൾ പറഞ്ഞില്ല, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എതിർത്ത് നിൽക്കുന്നു എന്ന്. ആമേൻ. ഞാൻ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ വീട്ടിലൊരാൾക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകെ, രോഗത്തിൻ്റെ ആത്മാവ് വിട്ടുമാറേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരോടെങ്കിലും, നല്ല അഭിഷേകവും കൃപയുമുള്ള ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതും ജയിക്കാൻ മുഖാന്തരമായി തീരും കേട്ടോ. ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പിശാചിനെ എതിർത്ത് നിൽക്കണം. ദൈവത്തോട് ആദ്യം കീഴടങ്ങി നിൽക്കണം. പിശാചിനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കൂടെ അയച്ചു കൊടുക്കുക, അവർ കേൾക്കട്ടെ. നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ ഒക്കെ അയച്ചു കൊടുക്കുക, അവരും കേൾക്കട്ടെ. അയൽക്കാർക്ക് അയച്ചു കൊടുക്കുക. ആമേൻ. എല്ലാവരും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.